ഇതെന്തിട്ടാപ്പാ? എന്ത് ഷാനി എന്താ ഇതൊക്കെ കാണിക്കുന്നേ? കൊതിപ്പിക്കുന്നോ മനുഷ്യരെ? ഇതെന്താ പരിപാടി അല്ലേ? അപ്പോൾ ദേ അടിപൊളി 4 മണി പലഹാരത്തിൻ്റെ ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. സൂപ്പറായിട്ടാണ്, വളരെ സിമ്പിളായിട്ട് നമ്മുടെ മക്കൾസ് 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ദേ ഈ ഒരു കപ്പിന് എടുത്തിരിക്കുകയാണ് ഗോതമ്പ് പൊടി. അതോടൊപ്പം തന്നെ ദേ കൈവെള്ളയിൽ തന്നെ എടുത്തിരിക്കുകയാണ് ഒരു പിടി നമ്മുടെ തേങ്ങ തിരുമിയത്. അതോടൊപ്പം ദേ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്ത അളവിന് പഞ്ചസാര എടുത്തേക്കുന്ന അളവെന്ന് പറയുന്നത് 2 സ്പൂൺ കഷ്ടി, അതായത് തികച്ചില്ലാതെ എടുത്തിട്ടുണ്ട്. ഏലക്ക 2 ഏലക്ക എടുത്തിട്ട് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് ദേ കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഏലക്ക ഇഷ്ടമല്ലാത്തവരെ സംബന്ധിച്ച് ഇടണ്ട കേട്ടോ, അതിന് പകരം തേങ്ങ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ആദ്യമേ പറയാം, പഞ്ചസാര ഇഷ്ടമല്ലാത്തവർ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ശർക്കര ഇട്ട് കൊടുത്താലും മതി. ഇനി അതൊന്നും വയ്യ എന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ശർക്കരയും ഒന്നും വേണ്ടാത്തവരെ സംബന്ധിച്ച് തേങ്ങ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി. കൂട്ടത്തിൽ ഞാൻ ഒരു നുള്ളുപ്പ് ഇടുന്നുണ്ടായിരുന്നോ? ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്പൂൺ വെച്ച് കുറച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തിളച്ച വെള്ളം കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഒറ്റയടിക്ക് തിളച്ച വെള്ളം എടുത്ത് കമത്തിക്കളയല്ലേ മക്കളെ. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കാരണം കൈ വെച്ച് ഇളക്കി കഴിഞ്ഞാൽ കൈ റെഡിയായി കിട്ടും കേട്ടോ, തിളച്ച വെള്ളമായതുകൊണ്ടാണ്. അപ്പോൾ ഇത് കുറേശ്ശെ എടുത്ത് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. ചൂട് അല്പം കുറഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്പൂൺ മാറ്റിയിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ നമുക്ക് ഇളക്കാം. ഇനി ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒഴിക്കാം. ഇപ്പം ഞാൻ ഒരു 1/4 സ്പൂൺ 1/2 സ്പൂണോളം വരുന്ന നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ലൂസായിട്ട് നല്ല സ്മൂത്തായിട്ടും ഒക്കെ കിട്ടും. അപ്പോൾ ഇത് ഭയങ്കര ടൈറ്റിലും വേണ്ട, നല്ല ലൂസായിട്ടും വേണ്ട. അതായത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന ആ ഒരു പരുവത്തിലൊന്നും വേണ്ട, കുറച്ച് ലൂസായിരിക്കണം, എന്നാലേ നന്നായിട്ട് വെന്ത് ക്രിസ്പി ആയിട്ടൊക്കെ വരത്തുള്ളൂ. അതായത് നമ്മുടെ വെള്ളത്തിൻ്റെ ചൂട് അല്പം ആറിയിട്ടുണ്ട്. കൈ വെച്ച് ഏതായാലും കുഴയ്ക്കാൻ പറ്റുന്ന പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഞാൻ കൈ വെച്ചതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഒരു ലൂസ് പരുവമുണ്ട്. അതിന് ഞാനിപ്പോൾ വീണ്ടും കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിലൊന്ന് ജസ്റ്റ് നെയ്യൊന്നും കൂടെ ഒന്ന് പുരട്ടുന്നുണ്ട്. അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ കുഴച്ച് ഉണ്ടയാക്കി എടുക്കാൻ നേരത്തുണ്ടല്ലോ, കയ്യിലൊക്കെ ചിലപ്പം പറ്റിപ്പിടിച്ച് അത് റെഡിയായി വരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലേശം ഒരു എണ്ണമയം ഉപയോഗിച്ചതാണ് അതിനായിട്ട് നെയ്യാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതെന്താ എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതേ കുഴച്ച് വെച്ച മാവ് ചെറിയ ഉരുളകളാക്കി അതിനകത്തേക്ക് എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. വലിയ ഉരുളയാക്കാൻ പോകേണ്ട, കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വേവത്തില്ല. ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് വരണമല്ലോ. അപ്പോൾ ഞാൻ വളരെ കുറച്ച് എണ്ണ തന്നെ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം എണ്ണ അധികം ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ലല്ലോ. അപ്പോൾ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കൊരു 7-8 ഉരുള ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെ നോക്ക്, വളരെ എളുപ്പത്തിൽ എന്നാൽ നല്ല ഹെൽത്തിയാണ് താനും. ഷുഗറുകാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശർക്കരയും വേണ്ട പഞ്ചസാരയും വേണ്ടാന്ന് വെച്ചിട്ട് നന്നായിട്ട് തേങ്ങയിട്ട് ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഏലക്കപ്പൊടിയോ, ഇനി അതല്ല ഏലക്കയുടെ ഈ പറയുന്ന കണക്ക വെളിയിലത്തെ തോലൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഏലക്ക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഫ്ലേവർ കിട്ടും നമുക്ക്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും. ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒട്ടുമിക്കൽ പേരും ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അപ്പോൾ ഏതായാലും ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവരെ സംബന്ധിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കുകയും വേണം. മാത്രമല്ല ഇത് എളുപ്പത്തിൽ നമുക്ക് ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് നമ്മുടെ 4 മണിക്കടി റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾ വരാനാകുമ്പോഴത്തേക്കും ഒന്നുമില്ലല്ലോ കൊടുക്കാനൊക്കെ എന്ന് വിചാരിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് പെട്ടെന്ന് തട്ടിക്കൂട്ടുകയും ചെയ്യാം. എന്നാൽ മറ്റ് സൈഡ് എഫക്റ്റുകളൊന്നുമില്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണിത്. പെട്ടെന്ന് വേവുകയും ചെയ്യും. നമ്മളിത് തിരിച്ചും മറിച്ചും ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേവ് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഒരു സൈഡ് ഞാൻ തിരിച്ചിട്ടപ്പോഴത്തേക്ക് ഒരു ബ്രൗൺ പരുവമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ പെട്ടെന്ന് തീ കൂട്ടി വെച്ചേക്കരുത്. പെട്ടെന്ന് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രൗൺ പരുവം മാത്രമേ കാണുള്ളൂ, അകം വേവത്തില്ല. അതുകൊണ്ട് തന്നെ തീ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. കുറഞ്ഞ തീയിൽ ഒരു 2-3 മിനിറ്റ് അപ്പുറം 2 സൈഡും വേവാൻ വേണ്ടി നമ്മൾ ഒരു 3 മിനിറ്റ് ഇട്ടേക്കണം. കാരണം അല്ലെങ്കിൽ വെന്ത് വരത്തില്ല. ഇത് മാവ് കുഴയ്ക്കാനൊക്കെ ആയിട്ട് നമുക്ക് വളരെ കുറഞ്ഞ സമയമുള്ളൂ ഇതൊന്ന് വെന്തെടുക്കാൻ വേണ്ടി ഒരു 2-3 മിനിറ്റ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ കട്ടൻ ചായക്ക് വെള്ളവും കൂടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു കടിയും കട്ടൻ ചായയും കൂടെ ഉണ്ടല്ലോ, നല്ല ഐറ്റം. അതിനകം വെച്ച് ഞാനതൊന്ന് കുത്തി നോക്കിയതാണ് കേട്ടോ. തവി വെച്ചിട്ട് അകമൊക്കെ ഒന്ന് വെന്തോ എന്നൊക്കെ ഒന്ന് ഒരെണ്ണം എടുത്ത് നോക്കിയതാണ്. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്.
അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ, നമ്മളെ ഈ സ്നാക്സ് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണേ മക്കളെ. അപ്പോൾ അതേ വെന്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ്. ഇതൊരു 5 മിനിറ്റ് ഒന്ന് തണുക്കാനും കൂടെ വെച്ച് കഴിഞ്ഞുണ്ടല്ലോ, അടിപൊളി. പെരും ചൂടോടെ കഴിക്കുന്നതിനേക്കാളും നല്ലത് ഒരു 2-3 മിനിറ്റൊക്കെ ഇരുന്നൊന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ശരിക്കും അറിയാൻ കഴിയും. അപ്പോൾ അതേ നമ്മുടെ സാധനങ്ങളെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ, കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ വീണ്ടും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.